പൊന്മുടിയിലും വനം കൊള്ള. പൊന്മുടിയിൽ വനമേഖലയിൽ നിന്ന് സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് റിപ്പോർട്ട്. വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. ഫോറസ്റ്റ് ഗാർഡിന്റെ പരാതിയിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്ന് വാർഡൻ ടി സെൽവരാജ് 24നോട് പറഞ്ഞു. നമ്മളിപ്പം താഴോട്ട് ഞാൻ കല്ലാറിയിൽ നിന്ന് മേളോട്ട് കയറി വരുമ്പോഴത്തേക്ക് ആ ഗോൾഡൻ വാലിക്ക് അടുത്തേ മറ്റുള്ള ഈ എസ്റ്റേറ്റിലൊക്കെ താമസിക്കുന്ന 2-3 പയ്യന്മാർ അവിടെ മരം വെട്ടുകയും ഇനി താഴോട്ടിട്ട് അവിടെ ഈ എസ്റ്റേറ്റിലെ ട്രാക്ടർ നിന്നതുകൊണ്ടാണ് ട്രാക്ടറിൽ കയറ്റിയപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടായി. വനത്തെ നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അത് അവരെ അറിയിക്കും. അപ്പോൾ അതിന് അവർ ആക്ഷൻ എടുക്കണം. സംരക്ഷണ മരമാണ് ഈ മൊത്തം ഈ വനത്തിനകത്ത് നിൽക്കുന്നതെല്ലാം സംരക്ഷണ മരമാണ്. ഈറ, മുള ഇങ്ങനെയുള്ള ഒരു ഐറ്റമൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ അത് സെറ്റ് ചെയ്തിരുന്നുണ്ട്. പക്ഷെ മരങ്ങളെ ഒന്നും തൊടാൻ പാടില്ല. അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്വാഡിലെ ആറോ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ കേസെടുക്കും. ഇത് ഒരു കാരണവശാലും വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഷഫീദ്, വിശദാംശങ്ങൾ പറയൂ. എസ് കെ, നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ പകർത്തിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ വനം കൊള്ളയുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 13-ാം തീയതിയാണ് പൊന്മുടി 2-ാം വളവിന് മുകൾ ഭാഗത്തെ വനത്തിൽ നിന്നും ചെറുമരങ്ങൾ വെട്ടിമാറ്റിയത്. ഇപ്പോൾ, അതായത് ഇന്നലെ വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ മാത്രം ലഭിക്കുന്ന വിവരം 250-ലധികം ചെറുമരങ്ങൾ മുറിച്ച് കടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപ് ഈ ടി സെൽവരാജ് സൂചിപ്പിച്ചത്, അദ്ദേഹം അവിടെ പൊന്മുടി വനസംരക്ഷണ സമിതിയുടെ അംഗമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനം കൊള്ള ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പരാതിപ്പെട്ടത്. അതിൽ അദ്ദേഹത്തിന് തന്നെ ആക്ഷേപം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാനായി കൊണ്ടുപോകുന്ന വ്യാജേനയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ വനത്തിൽ കടന്നു കയറി അനധികൃതമായി മരം മുറിക്കുന്നതിന് അല്ലെങ്കിൽ മരം മുറിക്കുന്ന അനുമതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ആക്ഷേപമായി ഇപ്പോൾ ഉയരുന്നത് ഈ വനസംരക്ഷണ സമിതിയിൽ അംഗമായിട്ടുള്ള ഒരാളും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നുകൊണ്ടാണ് ഈ 2 ദിവസം നീണ്ട സമയമെടുത്തുകൊണ്ട് ഈ മരങ്ങൾ മുറിച്ച് കടത്തിയത് എന്നുള്ളതും നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഇന്നലെ നമ്മൾ ഈ പൊന്മുടി എന്ന് പറയപ്പെടുന്ന വനഭാഗത്തേക്ക് പോയി ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ തന്നെ നമുക്ക് നിരവധി കമ്മ്യൂണിക്കേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്കുണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് ഒതുക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ അത് നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലമാണ്. അതിനുമപ്പുറത്തേക്ക് സംരക്ഷിത മരങ്ങളുള്ള സ്ഥലത്തേക്ക് കയറി മരം മുറിക്കുന്നു. അത് ഈ വനസംരക്ഷണ സമിതിയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു. ഏതായാലും അത്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2 പേർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം ഇപ്പോൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് RFOയും വനംവകുപ്പിന്റെ സ്ക്വാഡും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം, റിബൺ ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത് ഈ മുറിച്ച മരങ്ങളാണ്. അത്തരത്തിൽ ആ മരങ്ങളുടെ കണക്കെടുപ്പ് നടക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്കും ആ കണക്കെടുപ്പ് നടക്കും. അതിനുശേഷമായിരിക്കും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു നടപടിയിലേക്ക് കടക്കുക. ഏതായാലും കേസെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്കേൻ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.